ഞാനൊരു വണ്ടിയുടെ റിവ്യൂ ചെയ്യാനൊന്നും ആഗ്രഹിച്ച് ചെയ്ത സംഭവമല്ല അത്. എൻ്റെ ഓഫീസിൽ വന്ന് എൻ്റെ സ്റ്റോറിൽ വന്ന് ഒരു സിട്രോൺ ബസാൾട്ട്. അപ്പോൾ ബസാൾട്ടിൽ ഞാൻ ഫുൾ ബ്ലാക്ക് കണ്ടിട്ടില്ല. അപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് പറഞ്ഞത് ദിസ് ഇസ് ദ ഓൺലി സിട്രോൺ ഫുൾ ബ്ലാക്ക് ബസാൾട്ട് ഇൻ ഇന്ത്യ. എന്നാൽ ഐ തോട്ട് ഓഫ് ഡൂയിങ് a short video on the basalt as well. The tire dimension is 16 inches, so we didn't change the dimension because it comes with a 205 60 16. This is a 1.2 liter petrol NA, that is natural aspirated engine. So vehicle comes with the 205 60 16. So we decided to continue with the same dimension. We put up a pretty good looking alloy, full in black in color again, that matches with the color of the vehicle. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടു. 205 60 16 is a pretty decent dimension. ആ ടയർ ഡയമെൻഷൻ ആണ് എൻ്റെ ഫോക്കസ് ഏരിയ. ഇറ്റ്സ് എ pretty decent dimension for our roads. ഒരു എസ് യു വിക്ക് വേണ്ട കോൺടാക്ട് ഏരിയയും ഒരു എസ് യു വിക്ക് വേണ്ട ഹൈറ്റും ഉള്ള ഒരു ഡയമെൻഷനാണ് 205 60 16 എന്ന് പറയുന്നത്. Probably they should come out with a better tires, better brand of tires, because this right now we have an Indian brand which we all know that would make some bit of noise as well. So next time when we see a Basalt, I'm sure that a dimension would be the same, but at least they will come out with a better brand. So today we have with us is Mr. Vibin. He is the owner. He is a very car crazy person. ഹി ലവ് ടു ബി യുണീക്ക്. പുള്ളിക്കാരൻ്റെതായിട്ടുള്ള പ്ലാനുകളൊക്കെ ഉണ്ട്. അതായത് എന്തുകൊണ്ട് സിട്രോൺ ബസാൾട്ട് എടുത്തു എന്നുള്ളതൊക്കെ ലെറ്റ്സ് ഹിയർ ഫ്രം ഹിം ഡയറക്ട്ലി. എന്താണ് ഈ സിട്രോൺ? ആരും മേടിക്കാത്ത സിട്രോൺ എന്ന് ഞാൻ പറയില്ല. വണ്ടികളെ കുറിച്ച് അറിയുന്നവർ മേടിക്കാം, അല്ലെങ്കിൽ ബ്രാൻഡിനെ കുറിച്ച് അറിയുന്നവർ മേടിക്കാം. പക്ഷേ നമ്മുടെ നാട്ടിലൊരു സിട്രോൺ കുറച്ചേ നമ്മൾ കാണാറുള്ളൂ, എസ്പെഷ്യലി ദ ബസാൾട്ട്. എന്തായിരിക്കും ഒരു ബസാൾട്ടിനോട്ട് പോകാനുള്ള കാരണം? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒരു വണ്ടി എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ള നമ്മൾ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ റോഡ് പ്രസൻസ് ആണ് വെരി ഇമ്പോർട്ടൻറ്റ്. റോഡ് പ്രസൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മളൊരു വണ്ടി ചേഞ്ച് ആകുമ്പോൾ ആൾറെഡി ഞാനൊരു ഹ്യുണ്ടായി i20 ഞാൻ ഏകദേശം ഒരു കുറേ വർഷമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് ചേഞ്ച് വന്നപ്പോഴത്തേക്കും ആക്ച്വലി ഞാൻ ആദ്യം വേറെ കുറച്ച് ബ്രാൻഡ്സ് നോക്കിയായിരുന്നു, പക്ഷേ അതെല്ലാം ഒരു യൂണിക്നെസ് ഫീൽ ചെയ്യുന്നില്ല. എങ്ങനെയായാലും ഒരുപാട് എന്താ പറയുക, റോഡിൽ ഒരുപാട് കണ്ട വണ്ടികൾ പിന്നെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഞാനത് ചിന്തിച്ചു എന്തായാലും തീർച്ചയായിട്ടും ഒരു വേറിട്ട് മീൻസ് റോഡിൽ വരുമ്പോഴത്തേക്കും മറ്റുള്ള ഒന്ന് രണ്ട് ആൾക്കാരെങ്കിലും ശ്രദ്ധിക്കണം നമ്മുടെ വണ്ടി വരുമ്പോഴത്തേക്കും. പക്ഷേ അവിടെ ഒരു വ്യത്യാസം വന്നത്, അപ്പോൾ ഞാൻ ആൾറെഡി ഇതിൻ്റെ ആഡ്സും മറ്റു കാര്യങ്ങൾ വന്ന സമയത്ത് ഈ ഒരു സെഗ്മെൻറ്റിൻ്റെ ഒരു ഡിസൈനാണ് എന്നെ അട്രാക്ട് ചെയ്തത്. ഈ എസ് യു വി കൂപ്പ എന്നൊരു സെഗ്മെൻറ്റ് നമ്മൾ നേരത്തെ കണ്ടത് ഉറൂസിലൊക്കെയാണ് കണ്ടേക്കുന്നത്, ഈ ഒരു മോഡൽ കണ്ടേക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ഫിലിം സ്റ്റാർസ് അങ്ങനെയുള്ള വലിയ വലിയ ആൾക്കാർ കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അതിലേക്ക് ഇപ്പോൾ എത്താൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല, എങ്കിൽ കൂടിയിട്ട് അതിലേക്ക് അതിൻ്റെ ഒരു മിനി വെർഷൻ നിലയ്ക്ക് നമ്മൾ ഒന്ന് ആഗ്രഹിച്ചപ്പോഴാണ് ഈ ഒരു ശ്രദ്ധയിൽപ്പെട്ടത്. സോ അപ്പം ഇത് സിട്രോൺ ചൂസ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഷോറൂം വിസിറ്റ് ചെയ്തു. ആൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വന്ന് ഷോറൂം വിസിറ്റ് ചെയ്ത സമയത്ത് എൻ്റെ മനസ്സിലൊരു കോൺസെപ്റ്റ് കളറിന് ബ്ലാക്കാണ്. ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു ബീസ്റ്റ് ലുക്ക് മീൻസ് എന്താ പറയുക, ഒരു എവിടെ ആയാലും ഒന്ന് ശ്രദ്ധിക്കുന്ന ഒരു കളർ നിലയ്ക്കാണ് ഞാൻ ബ്ലാക്ക് സെലക്ട് ചെയ്തത്. അത് കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് ആയിട്ട് മാറ്റിയില്ലേ? എല്ലാം മീൻസ് എല്ലാം വളരെ ഒരു ചേഞ്ച് നമുക്ക് കൊണ്ടുവരാൻ പറ്റി. വണ്ടി എടുക്കുമ്പോൾ വൈറ്റ് ആയിരുന്നു. നമ്മൾ ഡെലിവറി എടുത്തു ദ സെയിം ഡേ തന്നെ. നമ്മൾ ആഫ്റ്റർ ഒരു 5-6 കിലോമീറ്റർ വണ്ടി ഡ്രൈവ് ചെയ്തിട്ട് നേരെ നമ്മൾ കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തു. അഗൈൻ 1.5 മന്ത് വെയിറ്റ് ചെയ്തു നമ്മൾ ഈ കളർ ചേഞ്ച് കിട്ടാനായിട്ട്. അപ്പോൾ അതിന് നമ്മൾ വളരെയധികം വെയിറ്റ് ചെയ്ത് കിട്ടി. നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. വിഷൻ ഷാഫ്റ്റാണ് ചെയ്ത് നമുക്ക് കളർ ചേഞ്ച് ചെയ്തേക്കുന്നത്. അത് നന്നായിട്ട് നമുക്ക് പ്രതീക്ഷകൾ നന്നായിട്ട് അവർ ചേഞ്ച് ചെയ്തു. നെക്സ്റ്റ് ചലഞ്ചായിരുന്നു നമുക്ക് അലോയ്സിലേക്ക് വരുമ്പോൾ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ മീൻസ് നമുക്കൊരു ഈ ഒരു അലോയ്സ് നമുക്ക് അട്രാക്റ്റീവായിട്ട് ഫീൽ ചെയ്തില്ല. ടോട്ടലി ഞാൻ എല്ലാ വണ്ടികളെല്ലാം ശ്രദ്ധിക്കുമ്പോൾ ഒരു വണ്ടിയുടെ ലുക്ക് ചേഞ്ച് ആക്കുന്നത് അലോയ്സ് ആണ്. നമുക്ക് ബേസിക്കലി നമ്മൾ കുറേ ആൾക്കാർ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കാറുകളൊക്കെ കാണുമ്പോഴും നമുക്ക് ഈ ലുക്സ് മാറുന്നത് എപ്പോഴും അലോയ്സ് ആക്കി അത് മനസ്സിലാകും. ടയർ സൈസ് അപ്പ് സൈസ് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ അലോയ്സിൻ്റെ ചേഞ്ചസ്, കളേഴ്സ്, ഇതൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫീൽ ചെയ്തു. അപ്പോഴാണ് ടയറിൻ്റെ അലോയിനെ കുറിച്ച് നമ്മൾ ആലോചിച്ച് തുടങ്ങിയത്. അപ്പം വണ്ടി എടുത്തു. കളർ ചേഞ്ചിൻ്റെ പാരലി നമ്മൾ ഈ കളർ ചേഞ്ച് നടക്കുന്ന ആ ഒരു മാസം അലോയ്സിനെക്കുള്ള സെർച്ചിങ് ആയിരുന്നു. കുറേ സെർച്ച് ചെയ്ത് പുതിയ വണ്ടി ആയതുകൊണ്ട് ഇതിൻ്റെ PCD മാച്ച് ആവണില്ല. PCD എന്താണെന്നും എനിക്കറിയില്ല. ഫസ്റ്റ് ഞാൻ കുറേ ഫ്രണ്ട്സിൻ്റെ അന്വേഷിച്ചാണ് PCD എന്താണെന്നുള്ള കാര്യം ഒരു ആലോചനയിൽ വന്നത്. അപ്പോൾ ഞാൻ കുറേ സെർച്ച് ചെയ്ത് ഒരു രക്ഷയില്ല. ഒരു 1 മന്ത് നിയർലി നമ്മൾ ബാംഗ്ലൂർ, അതുപോലെ തന്നെ കോയമ്പത്തൂർ, ഈ അലോയ്സ് മാർക്കറ്റ് അവിടെ ഒക്കെ അന്വേഷിച്ചു. ഒരുപാട് അന്വേഷിച്ചിട്ടും ഇതൊന്നും കണ്ടെത്താൻ പറ്റിയില്ല. ഫൈനലി നമ്മൾ തന്നെ സിട്രോൻ്റെ സർവീസ് സെൻ്ററിലെ രേഖ എന്നുള്ള ആളാണ് താങ്കളുടെ നമ്പർ എന്നത്. ടയർ ഗുരു എന്ന് കേൾക്കുമ്പോൾ ഞാനിങ്ങനെ വീഡിയോസ് കണ്ടിട്ട്, പക്ഷേ എനിക്ക് എക്സാക്ട് ആളെ ഇങ്ങോട്ട് കിട്ടുന്നുണ്ടായില്ല. ഒരു ഗുരുവിൻ്റെ ലുക്കില്ലാത്ത ഒരാളാണ്. ഗുരുവിൻ്റെ ലുക്കില്ലാത്ത ഞാൻ വിചാരിച്ചത് ടയർ ഗുരു. ഇപ്പോൾ ഞാൻ ആദ്യം വിളിക്കുന്നുണ്ട്, ഫോൺ നമ്പർ ഞാൻ വിളിക്കുമ്പോൾ ബിസിയാണ്, എപ്പോഴും ബിസിയാണ്, കോളിൽ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ PCD ചോദിച്ചു. ഫസ്റ്റ് PCD ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വൈസ് നിലയ്ക്ക് PCD കിട്ടുവാണെങ്കിൽ ഇത് അലോയ്സ് എവിടെന്നെങ്കിലും എടുക്കാൻ ആ ഒരു മൈൻഡിലാണ് നമ്മൾ വരുന്നത് തന്നെ. അങ്ങനെ വെച്ചപ്പോൾ പറഞ്ഞു എന്നാൽ പോലെ ഒരു ദിവസം എൻ്റെ ഷോറൂമിലേക്ക് വിസിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ വിസിറ്റ് ചെയ്യാം, എന്താണെന്ന് അറിയാമല്ലോ കാര്യങ്ങൾ. ഞാൻ ടയർ ഗുരു സെർച്ച് ചെയ്തപ്പോഴത്തേക്കും ചാനൽസിനെ കുറിച്ചും 1-2 റീൽസൊക്കെ കണ്ടു. അപ്പോൾ ആണ് എനിക്കൊരു ഏകദേശം ആളുടെ എന്താണ് ഒരു റിയൽ എന്താണെന്ന് ഞാൻ അറിയുന്നത്. അപ്പോൾ ഞാൻ ഷോറൂം വിസിറ്റ് ചെയ്ത് വന്നപ്പോഴും വരുന്ന പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ PCD അറിയാന്നുള്ള ഒരു പർപ്പസ് മാത്രമായിരുന്നു. ബേസിക്കലി ഈ സിട്രോന്റെ PCD നമ്മൾ ഗൂഗിൾ ചെയ്തൊക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ യു വോണ്ട് ഗെറ്റ് ദ റൈറ്റ് PCD. സിട്രോന്റെ സൈറ്റിൽ കിടക്കുന്ന PCD is 114.3, but the real PCD of a Citroen Basalt is 108. So even I was not very sure about it. So ഇങ്ങനെയാണ് നമ്മളും പഠിക്കുന്നത്. So that's the reason of doing this video. അപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളും വിളിച്ചു. when we tried to call Citroen people also, they don't have the right answer for it. So finally we decided to check it out and what is the right PCD for this car. So finally we understood that Citroen Basalt comes with a 108 PCD and 4 holes. So we had a good set of alloys.
അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ വിപിനെ ഫിറ്റ് ചെയ്ത് കൊടുത്തു അല്ലേ? ഒട്ടും പ്രതീക്ഷയില്ല. ഞാൻ അന്ന് വരുമ്പോഴും എൻ്റെ മനസ്സിലുള്ള ഒരു കോൺസെപ്റ്റ് മോഡൽ ചെയ്യാനായിട്ടാണ് വരുന്നത്. ഞാൻ മോഡൽ കൊടുത്തപ്പോൾ ഈ ഒരു മോഡലാണ് എനിക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ ഓക്കെ വെയിറ്റ് ചെയ്യൂ, ഇതിന് നമുക്ക് PCD മാച്ച് ആവുന്ന ഞാൻ വരുത്തി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഇങ്ങനെ പറഞ്ഞു അല്ലെ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യൂ, എൻ്റെ ഒരു സെറ്റ് ഓഫ് അലോ ഇരിപ്പുണ്ട്, എന്നെ ഇഷ്ടപ്പെടും നോക്കൂ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ എന്നെ ഫോണിൽ ഡിസൈൻ കാണിക്കുകയുണ്ടായി. പെട്ടെന്ന് തന്നെ സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ എൻ്റെ പറഞ്ഞു കാണാൻ, ഞാൻ ചോദിച്ചു കാണാൻ പറ്റുമോ, ഒന്ന് കണ്ടാൽ അതെന്താ ഒരു 10 മിനിറ്റ് വെയിറ്റ് നമുക്ക് ഇപ്പോൾ തന്നെ എടുക്കാം, സ്റ്റോറിൽ നിന്ന് എടുത്തു. കണ്ടപ്പോൾ തന്നെ ഞാൻ ശരിക്കും എക്സൈറ്റഡ് ആയിപ്പോയി. കാരണം ഞാൻ ഉദ്ദേശിച്ച മോഡലിനെക്കാട്ടിലും ഒരു 10 ടൈംസ് അഡ്വാൻസ് ആയിട്ട് ഒരു മോഡലായി കാണാൻ പറ്റിയിരുന്നു. അഗൈൻ നമ്മൾ വീണ്ടും മീൻസ് കളർ ചേഞ്ചിലേക്ക് വന്നു. വണ്ടി ബ്ലാക്ക് ഓബിയസ്ലി അതിനകത്ത് നമ്മൾ എന്താ പറയുക അലിഗ്രന്റെ സംഭാവനയുണ്ട്. പുള്ളിയാണ് പറഞ്ഞത് സട്ടൻ ബ്ലാക്ക് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, അത് ഭയങ്കര ഒരു ഇതായിരുന്നു. ആ ഒരു സട്ടൻ ബ്ലാക്ക് എന്നുള്ള കളർ ചേഞ്ച് പുള്ളിയുടെ ഒരു സജഷനാണ്. അഗൈൻ നമ്മൾ എടുത്തു, വീണ്ടും നമ്മളെ കളർ ബ്ലാക്ക് ആക്കിയ കാർ ബ്ലാക്ക് ആക്കിയ സെയിം അവിടെ തന്നെ കൊടുത്തു. അവർ അഗൈൻ നമുക്ക് വീണ്ടും ആ ഒരു പറഞ്ഞ കളർ കോമ്പിനേഷനിലേക്ക് നമുക്ക് ചെയ്തു തന്നു. അത് ഇടുമ്പോഴും ഇത്ര നമ്മൾ പെർഫെക്ഷൻ പ്രതീക്ഷിച്ചില്ല ഒട്ടും. കയ്യിൽ കിട്ടി, സാധനം വന്നു, സെറ്റ് ചെയ്യുന്ന സമയത്ത് താങ്കൾ ഓഫീസിൽ ഇരിക്കുന്നു. ഇറങ്ങി വന്നപ്പോൾ ഞാൻ തന്നെ പ്രതീക്ഷിക്കാത്തൊരു ടയർ കൂടി അപ്സൈസ് നമ്മൾ മീൻസ് എന്താ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സൈസും ഒരു LRG ചെയ്ത പോലെ ഫീൽ ചെയ്തു. So we retained the same dimension 205/60/16. Other probably next time when we changes we would put a 215/60/16 ആക്കായിരിക്കും, because that will curved side walls neck probably we can make it a little more straighter. This looks now a perfect black beast. ഒരു as he rightly said ഒരു X4 വാങ്ങിക്കാൻ പറ്റാത്തവർക്കല്ലേ എന്നെ പോലുള്ള താങ്കളെ പോലുള്ള നമ്മളെ പോലുള്ളവർക്കൊക്കെ this looks a perfect car for our roads. I wish Citroen Basalt all the very best and hope to see a lot of Citroen Basalt on roads in the near coming future. And we've been താങ്ക് യു വെരി മച്ച് ഫോർ സെലക്ഷൻ ഓഫ്. Thank you. Suspension seems pretty good though. സ്പീഡിൽ നമുക്കൊരു 60-80 ആ ഒരു കവറേജിൽ നമ്മളൊരു ബ്രിഡ്ജ് ലാൻഡ് ചെയ്യുമ്പോൾ പൊതുവെ എടുത്തൊരു ബെസ്റ്റ് എടുക്കുന്ന ഒരു ഹിറ്റിംഗ് ഒരു ഓപ്ഷൻ വരുമല്ലോ, പക്ഷെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. എടുത്ത് നമ്മൾ സ്മൂത്ത് ലാൻഡിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നുള്ളത്. എല്ലാ മലയാളികളും ചോദിക്കുന്ന പോലത്തെ ഒരു ചോദ്യം, മൈലേജ് ഇപ്പം നിലവിൽ കമ്പനി നമുക്ക് പറഞ്ഞേക്കുന്നത് ഇൻഷ്യൽ പറഞ്ഞേക്കുന്നത് 19 ആണ് പറഞ്ഞേക്കുന്നത്. എനിക്കിപ്പോൾ ഒരു നേരിൽ 13 നിയർലി സിറ്റി ഡ്രൈവിൽ ഒരു 12 അപ്രോക്സിമേറ്റ് ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഇതിന്റെ EVM അല്ലേ നെക്സ്റ്റ് ഇയർ കമ്പനി 2026 ഇതിന്റെ EV പ്ലാൻ ചെയ്യുന്നുണ്ട്. സെയിം ബസാൾട്ടിന് തന്നെ ഒരു EV ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു കോൺസെപ്റ്റ് കാർ ഒക്കെ അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഞാനിത് ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് നെക്സ്റ്റ് അപ്ഡേഷൻസ് ഒക്കെ അറിയാം. ഇവരുടെ സർവീസ് എങ്ങനെയുണ്ട്? സർവീസ് നല്ല സർവീസ് ആണ്. മീൻസ് ഇപ്പം നിയർ ബൈ കളമശ്ശേരിയാണ് സർവീസ് സെന്റർ ഉള്ളത്. അപ്പോൾ നമുക്ക് സർവീസും വളരെ കോസ്റ്റ് എഫിഷ്യന്റ് ആണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര ഒരു ചിലപ്പോൾ നമുക്ക് യൂറോപ്യൻ കാറിന്റെ എക്സ്പെൻസ് ഒന്നും തന്നെ ഇല്ല. നമുക്ക് ആൾറെഡി ഒരു സൈഡിൽ അത് എസ്റ്റാബ്ലിഷ് ഇത്ര കിലോമീറ്റർ എത്ര സർവീസ് എക്സ്പെൻസ് ആൾറെഡി അവർ മെൻഷൻ ആണ്. ഒരു രൂപ കൂടുതലില്ല. അപ്പോൾ അത് നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്കറിയാം എത്ര ആവും, ഇത്ര സർവീസ് എത്രയാണ്. അപ്പോൾ അഡീഷണൽ ആയിട്ട് നമുക്ക് എന്തെങ്കിലും നമ്മൾ വരുത്തിച്ച എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമേ എക്സ്പെൻസ് കൂടത്തുള്ളൂ. അതർവൈസ് നോർമൽ സർവീസ് ആണെങ്കിൽ പക്കയാണ്. അവർ പറഞ്ഞത് സൈഡിലല്ല കറക്റ്റ്. അത് മാത്രമല്ല സർവീസ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സപ്പോർട്ടാണ്. അവർ നമ്മളെ വീട്ടിലൊന്ന് വണ്ടി പിക്ക് ചെയ്യുന്നു, എല്ലാ സർവീസിലും ഡ്രോപ്പ് ചെയ്യും, വണ്ടി കൊണ്ട് വീട്ടിലിടും. നമുക്ക് ഒഫീഷ്യൽ തിരക്ക് കാര്യങ്ങളോ ഉള്ള ആൾക്കാർക്ക് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു സർവീസിന് 1 ഡേ കൊണ്ട് ഡ്രോപ്പ് പിക്ക് ആൻഡ് ഡ്രോപ്പ് അങ്ങനെ പ്രശ്നമേ ഇല്ല. നമ്മൾ എനി ലൊക്കേഷൻ എവിടെയാണെങ്കിലും അവരുടെ സ്റ്റാഫ് വന്നിട്ട് നമ്മൾ വണ്ടി എടുത്തിട്ട് സർവീസ് ചെയ്യുന്നുണ്ട്. ആണ് നമ്മൾ ഇവിടുത്തെ ഡീലേഴ്സ്, കൊച്ചിയിലെ ഡീലേഴ്സ് കേരളത്തിൽ കൊച്ചിയിൽ മാത്രമേ സർവീസ് സെന്റർ ഉള്ളൂ. അപ്പോൾ ഇത് 1.2 ലിറ്റർ അല്ലേ? 1.2 ലിറ്റർ, അതെ, നാച്ചുറൽ ആസ്പിറേറ്റഡ്. നല്ല സ്പേഷ്യസ് ആണ്, ബൂട്ട് സ്പേസും ഉണ്ട് അത്യാവശ്യം അല്ലേ? 3 സിലിണ്ടർ ആണ് അല്ലേ? And it's what, എത്ര ലിറ്റർ ബൂട്ട് സ്പേസ്? 475. അതാണ് അത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഞാൻ ഇപ്പോൾ ഒഫീഷ്യലി ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആളാണ്. അപ്പം ഞാൻ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്, ICICI ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. സോ ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ബാങ്കിൻ്റെ ഒഫീഷ്യലിനെ കുറേ ഡിസ്ട്രിക്ട്സ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ട്രാവലിംഗ് ആണ്. അപ്പോൾ എനിക്ക് ട്രാവലിംഗ് ഏറ്റവും കൂടുതൽ മീൻസ് ഫാമിലി ആയിട്ടും ട്രാവലിംഗ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് മിനിമം ഒരു 2-3 ഒരു ക്യാരി മീൻസ് എന്താ പറയുക ട്രോളി ബാഗ് നമുക്ക് ഈസി ആയിട്ട് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ട്രാവലിംഗിൽ ഒക്കെ നമുക്ക് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആണ്. നല്ല ബൂട്ട് സ്പേസ് ഉണ്ട്. Looks pretty decent. നല്ല ഓടിക്കാൻ നല്ല കംഫർട്ടും ഉണ്ട്. ലെഗ് സ്പേസ് ഇസ് ഗുഡ്.